ഹായ് ഗേസ്, ഐ എം ഷപ്ന. അപ്പം ഞങ്ങളിങ്ങനെ കാപ്പാട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും എത്തിയില്ല. പകുതിക്ക് ഞങ്ങളെ തീരുമാനമെല്ലാം മാറി. ഞങ്ങൾ യദുവിനെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ യദുവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പം യദുവിൻ്റെ കുഞ്ഞി പട്ടികളുണ്ട്. ഇനി അവരുടെ അടുത്തൊക്കെ കുറേ കളിപ്പിച്ച് നടന്ന്, പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച്, പിന്നെ അവളെ വല്യമ്മയൊക്കെ ഉണ്ടായി. അവിടെ വല്യമ്മയുടെ കഥ പറഞ്ഞു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ച് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ വെച്ചു. എനിക്കാണെങ്കിൽ പനി വരുന്നുണ്ട്. അപ്പോൾ പനിയുടെ തുടക്കമൊക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. ഞാനാണെങ്കിൽ പിന്നെ പോവാന്ന് പറഞ്ഞ് ഇറങ്ങുകയും ചെയ്ത്. പിന്നെ എൻ്റെ പ്ലാനൊക്കെ മാറി. പിന്നെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. പക്ഷെ എന്നിട്ടും ഞങ്ങൾ കാപ്പാട് പോയില്ല. സൺസെറ്റൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ സൺസെറ്റ് ഞങ്ങൾ കണ്ടത് ബ്ലോക്ക് പെട്ടിട്ടാണ്. ഇവിടെ അടുത്ത് ഉത്സവമുണ്ട്. അപ്പോൾ അവിടെ അതിനോടനുബന്ധിച്ചുള്ള ബ്ലോക്കാണെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് പെട്ട് പിന്നെ ഞങ്ങൾ ഷോർട്ട് കട്ടൊക്കെ പിടിച്ച് കുറേ വണ്ടി ഓടിച്ച് നടന്നു. ഞാൻ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് പിന്നെ എൻ്റെ അമ്മമ്മേൻ്റെ വീട് അത് കൂടെ ആയതുകൊണ്ട് അവിടെയും കയറി. അവിടെ പിന്നെ മാധു ഉണ്ടായതുകൊണ്ട് അവളോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവൻ്റെ അമ്മമ്മയും കുറേ സംസാരിച്ചു. പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. വീടെത്തിയപ്പോഴായിരുന്നു എനിക്കൊരു കല്യാണത്തിന് പോകണ്ടേ. അപ്പം ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറ്റിയ കല്യാണ വീട്ടിലെത്തി. കല്യാണം വീട്ടിലല്ല, ഒരു കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ പോയി ആദ്യം. ഇതെൻ്റെ സീനിയറാണ് കല്യാണം കഴിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുമാണ് ആളുടെ വീട്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ മെല്ലെ, ഭയങ്കര ചൂടാണ് അവിടെ, സഹിക്കാൻ പറ്റാത്ത ചൂട് പോലെ. അപ്പോൾ കുറേ ഐസ്ക്രീമൊക്കെ വാരി തിന്നു. പനിയായിട്ട് ഞാൻ ഐസ്ക്രീം തിന്നു. എനിക്ക് നല്ല ചൂടെടുത്തു അതുകൊണ്ട്. പിന്നെ ഫാനിൻ്റെ മുന്നിൽ പോയി കുറേ നേരം നിന്ന്. അവിടെ നല്ല തിരക്കായിരുന്നു. ആ കല്യാണ വീട്ടിൽ ഏറ്റവും തിരക്ക് അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് കല്യാണപ്പെണ്ണ്. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് ഞങ്ങൾ അന്ന് ഇറങ്ങി. അത്രേ ഉള്ളൂ. ബൈ കാണാം.